അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഇവർ കണക്ക് കൂട്ടുന്നത് ഒരു മനുഷ്യൻ ജനിച്ച സമയം ദിവസമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. 11:55 കുട്ടി ജനിച്ചെന്ന് വെച്ചു. നേഴ്സ് വന്ന് പുറത്തോട്ട് വന്ന് പറയുകയാണ് 12:05 തീരുമാനമായോ? അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിൻ്റെ തല ഇറങ്ങി വരുന്ന സമയമാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതോ അതിൻ്റെ ഉടൽ മൊത്തം പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയമാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതോ ഇനി പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം പൊക്കിൾക്കേട് കണ്ടിക്കുന്ന സമയമാണോ, അതോ പൊക്കിൾക്കേട് കണ്ടിച്ചതിന് ശേഷം ഈ കുട്ടി ആദ്യമായിട്ട് കരയുന്ന സമയമാണോ, ഇതിലേതാണ് ജനിച്ച സമയം എന്ന് ഇവർ കണക്ക് കൂട്ടുന്നത്? നക്ഷത്രം നോക്കുന്നില്ല, ഒരു പൊരുത്തം നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് കല്യാണം കഴിപ്പിച്ചിട്ട് നാളെ എന്തെങ്കിലും സംഭവിച്ച് ഇവരുടെ ബന്ധത്തിൽ ഒരു വിള്ളൽ വീണ് കഴിയുമ്പോഴത്തേക്ക് ഒരാവശ്യമില്ലാത്ത കുറേ അമ്മാവന്മാരും അപ്പാപ്പന്മാരും കൊച്ചാപ്പന്മാരും ഉണ്ട്. ഇവർ വന്ന് പറയും, നിന്നോട് അന്നേ പറഞ്ഞല്ലേ നാളെ ചേരത്തില്ല, മറ്റേതാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പം അനുഭവിച്ചോ എന്ന് പറയും. ഇവരതുപോലെ പൊരുത്തമായതുകൊണ്ടാണല്ലോ ഈ 5-6 വർഷം ഒരുമിച്ച് പ്രേമിച്ച് നടന്നത്. ഇവർ കല്യാണത്തിലോട്ട് കിടക്കുമ്പോഴത്തേക്കും ഇവർ ചെയ്യുന്ന പരിപാടി എന്നാണെന്നറിയോ? നേരെ ജോത്സ്യൻ്റെ മുമ്പിൽ പോയിരിക്കും. ജോത്സ്യൻ്റെ മുമ്പിൽ പോയിരുന്നിട്ട് പുറത്തുനിന്ന് മൂന്നാമതൊരാളാണെന്ന് ഓർത്തണം. അയാളോട് പോയിട്ട് ഇവർ രണ്ടുപേരും പോയി ചോദിക്കുക, ഞങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ടോ? അപ്പോൾ നമസ്കാരം. ജാതകപ്പൊരുത്തം, ഗ്രഹനില, ശനിദോഷം, ചൊവ്വാദോഷം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ദോഷങ്ങൾ, ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ജ്യോതിഷത്തിലൊക്കെ നന്നായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം തന്നെ ക്വിറ്റ് ചെയ്തു. കാരണം നിങ്ങൾക്ക് നല്ലതായിട്ട് ചൊറിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. ഞാനുള്ള കാര്യം ആദ്യം തന്നെ പറയും. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഫസ്റ്റിലെ പറയും, ഇന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ അമിതമായിട്ട് വിശ്വസിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് കേട്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ക്വിറ്റ് ചെയ്തു. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കത്തില്ല. കാരണം നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ടേ വിശ്വസിച്ച് വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. അതിൽ നിന്ന് മറ്റൊരാൾ വേറൊരു രീതി സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടോ, ഒരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ആ സാധനം. അതുകൊണ്ട് നിങ്ങൾ കുറ്റ് ചെയ്തോ. ഓക്കെ, ആദ്യം നമുക്ക് ഗ്രഹനിലയെക്കുറിച്ച് സംസാരിക്കാം. ഈ ഗ്രഹനില എങ്ങനെയാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കുറച്ചൊരു നമുക്കറിയാലോ, ഏതാണ്ട് ഒരു തടി കഷ്ണം വെക്കും, അതിൻ്റെ മണ്ടേ കുറേ കക്കായെല്ലാം കൂടെ കൊണ്ട് വെക്കും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. എന്നിട്ട് അതിലോട്ടൊക്കെ വെച്ചിട്ടാണ് ഇവർ ഏതാണ്ട് പരിപാടികളൊക്കെ നടത്തിയിട്ടാണ് ഒരാളുടെ ജാതകം അങ്ങോട്ട് കുറിക്കുന്നത്. ചൊവ്വാദോഷമുണ്ടോ, ശനിദോഷമുണ്ടോ, എത്രാമത്തെ വയസ്സിൽ കല്യാണം നടത്തും, മറ്റേതാണ് മറിച്ചാണ്, എല്ലാം കൃത്യമായിട്ട് എഴുതി അങ്ങോട്ട് വെക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഇവർ കണക്ക് കൂട്ടുന്നത് ഒരു മനുഷ്യൻ ജനിച്ച സമയം ദിവസമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഒരാൾ ജനിക്കുന്ന സമയം എങ്ങനെ കൃത്യമായിട്ട് ഇവരറിയുന്നത്? എങ്ങനെ അറിയുന്നത്? അതായത് നമ്മൾ ആശുപത്രിയിൽ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേക്കും നേഴ്സ് വന്ന് പറയും, കുട്ടി ജനിച്ചു കേട്ടോ, ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടിയാണ് കേട്ടോ. ജനിച്ച സമയം എന്ന് പറയുന്നത് 12:55 അല്ലെങ്കിൽ 12:05. അങ്ങനെ പറയാം, അതാണ് ഒന്നുകൂടെ എളുപ്പമാണ്. 12:05 പറഞ്ഞ അച്ഛനും അമ്മയും വിശ്വാസിയായിട്ടുള്ള അച്ഛനും അമ്മേൻ്റെ എഴുതി അങ്ങോട്ട് എഴുതും. ബുധനാഴ്ച 12:05 കുട്ടി ജനിച്ചു സംഭവം. നക്ഷത്രം ഏകദേശം അവർക്ക്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഏകദേശം നക്ഷത്രത്തിൻ്റെ സമയമൊക്കെ അറിയാം. പൂരിട്ടാതി മറ്റേത് മറിച്ച് എഴുതി. ഓക്കെ, അതിനുശേഷം ജോത്സ്യൻ്റെ കൊടുക്കും. ജോത്സ്യൻ സമയമെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ അവൻ്റെ തലവരെ അവിടെ വരയ്ക്കുക. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ നേഴ്സ് പുറത്തോട്ട് ഇറങ്ങി എന്ന് പറയുന്ന സമയം ശരിയാണോ നമ്മളെങ്ങനെ അറിയും? 11:55 കുട്ടി ജനിച്ചെന്ന് വെച്ചു. നേഴ്സ് വന്ന് പുറത്തോട്ട് വന്ന് പറയുകയാണ് 12:05 തീരുമാനമായോ? ഇവർ ഈ നക്ഷത്രം കണക്ക് കൂട്ടുന്നതിന് അശ്വതി കഴിഞ്ഞ് ഭരണി എന്നൊക്കെ കൂട്ടുന്നത് ചിലപ്പോൾ ഈ സമയത്തല്ലായിരിക്കും, വേറെ ഏതെങ്കിലും സമയത്താണെന്ന് വെച്ചോ. ചിലപ്പം നാഴിക വിനാഴിക അങ്ങനെ ഏതാണ്ടൊക്കെ സംഭവമുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്കൊരു 12 മണിന്ന് കൂട്ടാം. 12 മണിക്ക് ശേഷവും 12 മണിക്ക് ഇപ്പുറവും ആണ് ഓരോ നാളിൻ്റെ സംഭവങ്ങൾ കിടക്കുന്നതെന്ന് കൂട്ടിക്കോ. അപ്പം 11:55 ജനിച്ച കുട്ടിയുടെ സമയം വന്ന് ഇവർ പുറത്ത് വന്ന് പറയുന്നത് 12:05 എന്ത് ചെയ്യും? അവൻ്റെ തലവര എന്തായി? ചിലപ്പം 12:55 നല്ല നക്ഷത്രം. 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഊള നക്ഷത്രമായിരിക്കും ഇവന് കിട്ടുന്നത്, ചൊവ്വാദോഷമൊക്കെ ഉള്ളത്. പക്ഷേ അവൻ യഥാർത്ഥത്തിൽ ജനിച്ചത് ഇപ്പുറത്തായിരിക്കും. പിന്നെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കറിയാം? പിന്നെ അതും പോട്ടെ, വന്ന് പറഞ്ഞ സമയം കറക്റ്റാണെന്ന് വെച്ചോ. ഈ സമയം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിൻ്റെ തല ഇറങ്ങി വരുന്ന സമയമാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതോ അതിൻ്റെ ഉടൽ മൊത്തം പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയമാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്,
അതോ ഇനി പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം പൊക്കിൾക്കേട് കണ്ടിക്കുന്ന സമയമാണോ, അതോ പൊക്കിൾക്കേട് കണ്ടിച്ചതിന് ശേഷം ഈ കുട്ടി ആദ്യമായിട്ട് കരയുന്ന സമയമാണോ, ഇതിലേതാണ് ജനിച്ച സമയം എന്ന് ഇവർ കണക്ക് കൂട്ടുന്നത്? അയ്യോ, അതൊന്ന് പറഞ്ഞുതരാമോ? ഞാനിത് ഈ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോടാണ് ഞാൻ ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. അല്ലാത്തവർക്ക് ഇതൊക്കെ വെറും കോമഡി ആയിരിക്കും. പിന്നെ ഒരു അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ജീവൻ്റെ തുടിപ്പ് വരുന്ന സമയം ആർക്കെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ആ ടൈം എങ്ങനെ കണക്ക് കൂട്ടാൻ പറ്റും? അതായിരിക്കണമല്ലോ ഒരു കുട്ടി ജനിക്കുന്നതെന്ന് പറയപ്പെടാൻ പറ്റുന്ന സമയം അല്ലേ? ഞാൻ പറയുന്ന പിടി കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവർ പറയണം ഇറങ്ങി വരുന്ന സമയം ഏതാണോ, തല ഇറങ്ങി വരുമ്പോഴാണോ, ഇടയിൽ മൊത്തം ഇറങ്ങിയാണോ, കരഞ്ഞു കഴിഞ്ഞിട്ടാണോ? ഇതൊക്കെ അവർ നോക്കിയിരിക്കും. അത്രയ്ക്ക് കോംപ്ലിക്കേഷൻ ആണെങ്കിൽ ആരെങ്കിലും ഉടനെ വാച്ചാൽ നോക്കിക്കൊണ്ട് ഡോക്ടർമാരും നഴ്സുമാരും ഇങ്ങനെ നോക്കിയിരിക്കുമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആടാ വരുന്നുണ്ട് വന്നു കൊച്ചു കരഞ്ഞു, ഉടനെ സ്റ്റോപ്പ് വാച്ച പിടിച്ച് ഞെക്കി കറക്റ്റ് സമയമായിട്ടല്ലോ എന്ന് വെച്ചാൽ അവർ ഇറങ്ങി വരുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഇവരൊക്കെ ഈ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് പിടി കിട്ടാത്തത്. ചേടാ, ഇനി അഥവാ ഇനി ആ കറക്റ്റ് സമയമാണെങ്കിൽ പോലും ഇനി അതിനകത്തിരിക്കുന്ന ഓപ്പറേഷൻ റൂമിൽ ഇരിക്കുന്ന ക്ലോക്ക് തെറ്റാണെങ്കിൽ എന്നെ ചെയ്യും? 10 മിനിറ്റ് ഫാസ്റ്റ്, 5 മിനിറ്റ് സ്ലോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നെ ചെയ്യും? അപ്പോഴും കുഴഞ്ഞോ? അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, എന്നറിയോ? ഈ സമയം കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ജോത്സ്യനെ ലേബർ റൂമിൽ കയറണം. എന്നിട്ട് പുള്ളിക്ക് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു പായും പിരിച്ചിട്ട് പുള്ളിനെ അവിടെ ഇരുത്തണം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ മറ്റേ ഓജോ ബോർഡല്ലോ, മറ്റേ ആ ബോർഡ് കട്ടിംഗ് ബോർഡ് ബോർഡ് അതിൻ്റെ മേളിൽ കറച്ചിയും വെച്ചോണ്ട് ജ്യോതിഷനെ അവിടെ ഇരുത്തണം. ജ്യോതിഷനെ അവിടെ എടുത്ത് കഴിയുമ്പോൾ പുള്ളി അവിടെ ഇങ്ങനെ നോക്കി, കുഞ്ഞ് പ്രസവിക്കുന്ന സമയമല്ല ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് പുള്ളി പെട്ടെന്ന് ഒന്നരെ കുറിച്ച് വെച്ചോളും. അതാകുമ്പോൾ കുറച്ചും കൂടെ വിശ്വാസയോഗ്യമാണ്. എങ്ങനെയുണ്ട്? ഇനി തൊട്ട് നമ്മൾ ഈ വിശ്വാസികളായിട്ടുള്ളവരെ അങ്ങനെ ചെയ്തോ, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഈ പൊരുത്തത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, അതായത് പുരുഷനും സ്ത്രീയും തമ്മിൽ ചേരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കക്കാറച്ചി നിരത്തി നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കോമഡി ഓർത്തത്. ഈ പ്രേമിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടേ, ഇവർ ഒരു 5 വർഷം 6 വർഷമൊക്കെ യാതൊരു കുഴപ്പമില്ല ഇവർ പ്രേമിച്ച് നടക്കും. ഇവരതുപോലെ പൊരുത്തമായതുകൊണ്ടാണല്ലോ ഈ 5-6 വർഷം ഒരുമിച്ച് പ്രേമിച്ച് നടന്നത്. പ്രേമിച്ചിട്ട് അതിന് ശേഷം ഇവർ കല്യാണത്തിലോട്ട് കിടക്കുമ്പോഴത്തേക്കും ഇവർ ചെയ്യുന്ന പരിപാടി എന്നാണെന്നറിയോ? നേരെ ജോത്സ്യൻ്റെ മുമ്പിൽ പോയിരിക്കും. ജോത്സ്യൻ്റെ മുമ്പിൽ പോയിരുന്നിട്ട് പുറത്തുനിന്ന് 3ാമത് ഒരാളാണെന്ന് ഓർത്തണം, അയാളോട് പോയിട്ട് ഇവർ രണ്ടുപേരും പോയി ചോദിക്കുക, ഞങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് പൊരുത്തം ഓൾറെഡി ഉള്ളത് കൊണ്ടാണല്ലോ ഈ 5-6 വർഷം വേറെ കുഴപ്പമൊന്നുമില്ലാതെ ഇവർ മുമ്പോട്ട് പോയത്, പ്രേമിച്ച് നടന്നത്, കൈ കോർത്ത് ഇണക്കുരുവികളായിട്ട് നടന്നത്. അതിനുശേഷം ഇവർക്ക് 3ാമതൊരുത്തിനോട് പോയിട്ട് ഞങ്ങൾ പൊരുത്തമുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? എന്തൊരു വിരോധാഭാസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജ്യോത്സ്യൻ പറഞ്ഞാൽ എടുത്ത് വെച്ചിട്ട് 2, 3, 4, 5, 6 നിങ്ങളുടെ നാളെ തമ്മിൽ ചേരത്തില്ല കേട്ടോ എന്ന് പറയും. പിന്നെ ഇത്ര നാളും പിന്നെ ചേർന്ന് നടന്നത് പിന്നെ എന്തോന്നാ? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ ഓരോ രാജ്യത്ത് ഓരോന്ന് കാണുമായിരിക്കും. ഇപ്പോൾ ആഫ്രിക്കയിൽ ഉള്ള നീഗ്രോസിൻ്റെ വിശ്വാസങ്ങൾ ചിലപ്പോൾ വേറെ ആയിരിക്കാം, സാഹിബന്മാർക്ക് വേറെ ആയിരിക്കും, വേണ്ട നോർത്തിൽ വേറെ അതായിരിക്കും. നോർത്തിലൊക്കെ നിറമാണ് നോക്കുന്നതെന്നൊക്കെ പലരും പറയുന്നുണ്ട്, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം നമ്മുടെ ഇവിടെ ജ്യോതിഷമാണ് ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പ്. അപ്പോൾ ഇത് എല്ലായിടത്തും ഒരുപോലെയാണെങ്കിൽ കുറച്ചെങ്കിലും വിശ്വസിക്കായിരുന്നു, മനസ്സിലായോ? അതായത് ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഈ സാധനം കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഈ നമ്മുടെ ഇവിടുത്തെ ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മാറ്റി നോക്കുന്നത്, ഈ സെറ്റപ്പ് തന്നെയാണ് സായിപ്പിനും നീഗ്രോയ്ക്കും നോർത്ത് ഇന്ത്യയിലുള്ള ഹിന്ദിക്കാർക്കും എല്ലാവർക്കും ഈ ഒരൊറ്റ സംഭവമാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് വിശ്വസിക്കായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ടൈപ്പേ. ദൈവങ്ങളുടെ കാര്യം അതുതന്നെയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കേസ് കേട്ട് പലർക്കും അറിയാതിരിക്കുവേ, അതായത് ഇത് തെറ്റാണ്, ഇത് ഉഡായിപ്പാണ് എന്നൊക്കെ എല്ലാവരുടെ ഉള്ളിലൊരു ബോധമുണ്ട്. പക്ഷേ പലരും ഈ ചങ്ങല പൊട്ടിച്ചെറിയാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയോ? എല്ലാവർക്കും ഉള്ളിലൊരു ഭയമുള്ളതുകൊണ്ടാണ്, മനസ്സിലായോ? അതായത് ഞാൻ വിശ്വാസിയല്ല, ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഇതൊന്നും ഞാൻ നോക്കത്തില്ല, ഞാൻ ഒരു നക്ഷത്രവും നോക്കുന്നില്ല, ഒരു പൊരുത്തവും നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് കല്യാണം കഴിപ്പിച്ചിട്ട് നാളെ എന്തെങ്കിലും സംഭവിച്ച് ഇവരുടെ ബന്ധത്തിൽ ഒരു വിള്ളൽ വീണ് കഴിയുമ്പോഴത്തേക്ക് ഒരാവശ്യമില്ലാത്ത കുറേ അമ്മാവന്മാരും അപ്പാപ്പന്മാരും കൊച്ചാപ്പന്മാരും ഉണ്ട്. വന്ന് ചുമ്മാ ആവശ്യമില്ലാതെ വന്ന് അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്ന കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാ കുടുംബത്തിലും കാണുമല്ലോ. ഇവർ വന്ന് പറയും, നിന്നോട് അന്നേ പറഞ്ഞല്ലേ നാളെ ചേരത്തില്ല, മറ്റേതാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞില്ലേ, അനുഭവിച്ചോ എന്ന് പറയും. അതേസമയം 10ൽ 10 പൊരുത്തം, 10ൽ 8 പൊരുത്തം ഈ മാങ്ങാത്തോലി എല്ലാം നോക്കിയിട്ട് കല്യാണം കഴിപ്പിച്ചു. നാളെ ഇതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലൊരു വിള്ളൽ വന്നു കഴിയുമ്പോൾ ഇതേ അമ്മാമ്മമാരും കൊച്ചാപ്പന്മാരും വന്ന് പറയുന്നത് എന്നായിരിക്കും അറിയോ? അത് വിധിയാണേ, വിധി. അല്ല, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മുകളിലിരിക്കുന്നവൻ തലയിൽ ഒരു വര വരച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെയല്ലേ നടക്കൂ.
ദൈവമേ എന്ന് പറയും. ഇതൊക്കെയാണ് വിധിയുടെ വിളയാട്ടം. അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ പേടിച്ചിട്ടാണ് പലരും മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ഈ കാരണവന്മാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നോക്കിക്കുന്നത്. എനിക്ക് തോന്നുന്നതാ കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതൊന്നും വിചാരം ഇല്ലായിരിക്കും, പക്ഷേ ഇവരെ പേടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ജ്യോതിഷം, അതായത് ഗ്രഹനിലയും നക്ഷത്രങ്ങൾ തമ്മിൽ ചേരുമോ എന്നുള്ളതെല്ലാം പരിപാടി മാറ്റി നിർത്തിയിട്ട് അതിനേക്കാളും ഭേദമാണെന്നറിയോ, പാൻ കാർഡ് മേടിച്ചിട്ട് നമുക്ക് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മോനെ അല്ല മോളെ ഒരു OTP വരികയാണെന്ന് പറഞ്ഞു തരണേ എന്നിട്ട് പറഞ്ഞിട്ട് സിബിൽ ചെക്ക് ചെയ്യുക, സിബിൽ റിപ്പോർട്ട് കിട്ടുക. അതിനകത്ത് നോക്കുമ്പം ഏതാണ്ടൊക്കെ ഇവൻ ലോൺ കയറി മുടിഞ്ഞവനാണോ, കടമെടുത്ത് കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാത്തവനാണോ എന്നൊക്കെ ഏതാണ്ടൊക്കെ അറിയാം. എല്ലാം മറ്റും അറിയാമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവൻ സിബിലിനകത്ത് ഇല്ലാത്ത ഒരുത്തിനാണ്, അവൻ വഴിക്കട പോകുന്ന ബ്ലേഡുകാരൻ്റെ നിന്നാണ് പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റുമില്ല, അറിയാനും പോകുന്നില്ല. അതല്ല പറഞ്ഞത്. അതായത് ഈ ജാതകം പൊരുത്തം നോക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭേദം ഇത് തന്നെയല്ലേ. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ അത് നോക്കിയിട്ട് ഒന്നും അറിയാൻ പോകുന്നില്ല. ഈ പറഞ്ഞ പോലെ ജാതകമോ ഗ്രഹനിലയൊക്കെ നോക്കി അതിനേക്കാളും ബെറ്റർ ഇത് തന്നെയല്ലേ. പാൻ കാർഡ് മേടിച്ചിട്ട് സിബിൽ ചെക്ക് ചെയ്യുക. ഇപ്പോഴത്തെ കാലഘട്ടത്തെ അനുയോജ്യം അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.